ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ 4ാം യൂണിറ്റിൻ്റെ പാഠഭാഗമാണ്. 4ാം യൂണിറ്റിൻ്റെ പേര് ബ്ലൂംസ് ആൻഡ് ബ്രീസ്. ബ്ലൂംസ് എന്ന് പറഞ്ഞാൽ പൂക്കളും പുഷ്പങ്ങളൊക്കെ വിടരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. വിടരൽ, പുഷ്പങ്ങളുടെ വിടരൽ. ആൻഡ് ബ്രീസ് എന്ന് പറഞ്ഞാൽ കാറ്റ്. നമുക്ക് ആ ഒരു പാഠഭാഗം തുടങ്ങുമ്പോൾ ആദ്യത്തെ ആ ഒരു പേജിൽ നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായൊരു ചിത്രമാണ്. പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. കുറേ മരങ്ങളുണ്ട്, ഒരു റെയിൻബോ, ഒരു മഴവില്ല് നമുക്ക് കാണാം. അതുപോലെ തന്നെ മനോഹരമായൊരു പുൽത്തകിട് കാണാം, അതിൻ്റെ അടിയിലൂടെ ഒഴുകുന്ന ഒരു നദി, പിന്നെ പക്ഷികളും, പിന്നെ മരത്തിലൊരു അണ്ണാൻ ഇരിക്കുന്നതായിട്ട് കാണാം. ഒത്തിരി പൂവുകൾ, പുഷ്പങ്ങളൊക്കെ കാണാം. അപ്പോൾ വളരെ മനോഹരമായൊരു പ്രകൃതിയുടെ ചിത്രമാണ് ഇതിൽ കാണുന്നത്. അതിന് താഴെയായിട്ട് വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്നൊരു മഹാകവി, ഇംഗ്ലീഷ് കവിയുടെ ഒരു വരിയാണ്, ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ. പ്രകൃതി നമ്മുടെ അധ്യാപകനാകട്ടെ എന്നുള്ളതാണ് പറയുന്നത്. അതായത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ലെറ്റ് നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതി, ബി യുവർ ടീച്ചർ എന്ന് നമുക്കറിയാം, അധ്യാപകൻ. അപ്പോൾ അത് വില്യം വേർഡ്സ്വർത്ത് എന്ന് പറഞ്ഞ കവിയുടെ വാക്കുകളാണ്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ഈ പാഠത്തിൻ്റെ ഒരു കർട്ടൻ റേസർ, അതായത് ഒരു ഇൻട്രൊഡക്ഷനായിട്ട്, ഒരു ആമുഖമായിട്ട് കൊടുത്തേക്കുന്ന 2 ചിത്രങ്ങളുണ്ട്. പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്കറിയാൻ പറ്റും, ഒരു ഐസ് കൊണ്ടുണ്ടാക്കിയ ഒരു വീടാണിത്. നമ്മുടെ നാട്ടിലൊന്നും കാണുന്നതല്ല. ഈ ഒരു തരത്തിലുള്ള വീട് കാണുന്നത് നമുക്കറിയാം തണുപ്പുള്ള പ്രദേശങ്ങളിൽ, ധ്രുവ പ്രദേശങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു വീട് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഐസ് വെച്ചുണ്ടാക്കിയ വീടായിരിക്കും. അപ്പോൾ ഇതിനൊരു പ്രത്യേക പേര് നമ്മൾ പറയും, ഇഗ്ലൂ എന്നുള്ളതാണ് ഇതിന് പറയുന്ന പേര്. ഇതിൻ്റെ താഴെ കാണുന്നത് വേറെ വുഡ് വെച്ചുണ്ടാക്കിയേക്കുന്ന ഒരു വീടാണ്. ഇനി നമുക്ക് നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന തരത്തിലുള്ളൊരു വീടാണ്. അത് ഒരു പുഴയിലാണ് അത് സ്ഥാപിച്ചേക്കുന്നത്. എന്തൊക്കെയായാലും നമുക്കിനി താഴെ കൊടുത്തേക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, വാട്ട് ഡു യു സീ? 2 ചിത്രങ്ങളിലേക്ക് നോക്കുക, എന്താണ് അതിൽ കാണാൻ കഴിയുന്നത്? അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നതും വീടാണ്, രണ്ടാമത്തെ ചിത്രത്തിലും വീടാണ്. അപ്പോൾ എന്താണ് അതിൽ കാണുന്നത്? ഹൗസസ്, വീടുകളാണ്. വാട്ട് ഡു യു സീ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾ കാണുന്നത്? വീടുകളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ 4 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ 4 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. ആർ ദീസ് ഹൗസസ് സിമിലർ? ഹൗ ആർ ദീസ് ഹൗസസ് സിമിലർ? സിമിലർ എന്ന് പറഞ്ഞാൽ ഈ 2 വീടുകളും ഒരുപോലെയാണോ? സിമിലർ എന്ന് പറഞ്ഞാൽ ഒരുപോലെയാണോ? അല്ലല്ലോ. അപ്പോൾ നോ എന്നാണ് അതിനുത്തരം. ഇനി അതിൻ്റെ കൂടെ ചോദിച്ചേക്കുന്ന ചോദ്യം എന്താണ്? ഹൗ, എങ്ങനെയാണ് അത് സിമിലർ അല്ലാതെ ആയിരിക്കുന്നത്? അതായത് അത് ഡിഫറെൻ്റ് ആണ് അല്ലേ, രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ദ ഹൗസസ് ആർ നോട്ട് സിമിലർ, ദേ ആർ ഡിഫറെൻറ്റ്. അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഹൗ, എങ്ങനെയാണത് വ്യത്യാസം വന്നിരിക്കുന്നത്? ഒന്ന് ഐസ് കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ മറ്റേത് വുഡ് കൊണ്ട് നിർമ്മിച്ചതാണ് അല്ലേ, മരം കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം. ഒന്ന് എഴുതി നോക്കാം. ആർ ദീസ് ഹൗസസ് സിമിലർ? അപ്പോൾ സിമിലർ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ല എന്ന് ആണ് ഉത്തരം. അപ്പോൾ നമ്മൾ നോ, അത് വ്യത്യാസമുള്ളതാണ്. അത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ എഴുതുന്നത്? ദേ ആർ ഡിഫറെൻറ്റ്. ദേ ആർ ഡിഫറെൻറ്റ്. ഹൗ, എങ്ങനെയാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഒന്ന് ഐസ് കൊണ്ടുണ്ടാക്കിയതാണ്. വൺ ഈസ് മെയ്ഡ് ഓഫ് ഐസ് ആൻഡ് ദി അതർ ഈസ് ഓഫ് വുഡ്. അല്ലോ, ഒന്ന് ഐസ് കൊണ്ട് നിർമ്മിച്ചതാണ്, മറ്റേത് മരം കൊണ്ട് നിർമ്മിച്ചതാണ്. അതാണ് അതിൻ്റെ ഉത്തരം. Where do you find such houses? അതാണ് അടുത്ത ചോദ്യം.
ഈ വീടുകൾ എവിടെയാണ് കാണുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ആദ്യത്തെ വീട് നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? തണുപ്പുള്ള സ്ഥലങ്ങളിൽ അല്ലേ? അതിനെന്താ പറയുക? കോൾഡ് റീജിയൻ. മറ്റേത് എവിടെയാണ് നമ്മൾ കാണുന്നത്? ചൂടുള്ള സ്ഥലങ്ങളിൽ. Why do people make such houses? എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ ഈ പറയുന്ന വീടുകളൊക്കെ ഉണ്ടാക്കുന്നത്? നമുക്കറിയാലോ, താമസിക്കാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമാണോ? അല്ല, നമുക്ക് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? പ്രകൃതിയിൽ നടക്കുന്ന നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളിൽ നിന്നൊക്കെ നമ്മൾക്ക് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീടുകളൊക്കെ നിർമ്മിക്കുന്നത്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ മഴയാവാം, കാറ്റാവാം, അല്ലെങ്കിൽ ഭയങ്കര ചൂടാവാം, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാവാം. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു റിലീഫ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തരത്തിലുള്ള വീടുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ടു ലീവ് എന്ന് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഫോർ പ്രൊട്ടക്ഷൻ, നമ്മളുടെ സംരക്ഷണം. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംരക്ഷണം. വാട്ട് ആർ സച്ച് ഹൗസസ് കോൾഡ്? ഇങ്ങനെയുള്ള വീടുകളെ നമ്മൾ എന്തൊക്കെ പേരുകളാണ് വിളിക്കുന്നത്? ആദ്യത്തെ നമ്മൾ ഐസ് കൊണ്ടുണ്ടാക്കിയ വീടിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇഗ്ലു. അതുപോലെ തന്നെ മരം കൊണ്ടുണ്ടാക്കിയ വീടിനെ നമ്മൾ വുഡ് ഹൗസ്. വുഡൻ ഹൗസ് എന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 4 ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ചോദ്യങ്ങൾ നോക്കാം. ആർ ദീസ് ഹൗസസ് സിമിലർ? നോ, ദേ ആർ ഡിഫറെൻറ്റ്. ഹൗ? വൺ ഈസ് മെയ്ഡ് ഓഫ് ഐസ് ആൻഡ് ദ അതർ ഈസ് മെയ്ഡ് ഓഫ് വുഡ്. വേർ ഡു യു ഫൈൻഡ് സച്ച് ഹൗസസ്? എവിടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീടുകൾ കാണുന്നത്? ഒന്ന്, ഐസ് കൊണ്ടുണ്ടാക്കിയ ആ വീടുകൾ തണുപ്പുള്ള റീജിയൻ, കോൾഡ് പ്ലേസസിലും. മറ്റേത് മരം കൊണ്ടുണ്ടാക്കിയ വീടുകൾ കാണപ്പെടുന്നത് ചൂടുള്ള സ്ഥലങ്ങളിലാണ്, ഹോട്ട് പ്ലേസസ്. വൈ ഡു പീപ്പിൾ മേക്ക് സച്ച് ഹൗസസ്? എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ അങ്ങനെയുള്ള വീടുകൾ ഉണ്ടാക്കുന്നത്? ഫോർ പ്രൊട്ടക്ഷൻ അല്ലേ? മെയിനായിട്ട് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. വാട്ട് ആർ സച്ച് ഹൗസസ് കോൾഡ്? ഇവിടെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇങ്ങനെയുള്ള വീടുകളെ നമ്മൾ ഇഗ്ലൂ എന്ന് വിളിക്കും. ഈ മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വുഡൻ ഹൗസ് എന്ന് വിളിക്കും. ഇനി നമ്മൾ താഴെ ഒരു കഥയാണ്, ഒരു സ്റ്റോറിയാണ് കൊടുത്തേക്കുന്നത്. ദ ലാൻഡ് ഓഫ് ദ വിൻഡ്സ്. അതാണ് സ്റ്റോറിയുടെ പേര്. ദ ലാൻഡ് ഓഫ് ദ വിൻഡ്സ് എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ നാട്. കാറ്റിൻ്റെ നാട്, ലാൻഡ് എന്ന് പറഞ്ഞാൽ നാട്. ഇനി നമുക്ക് ഈ ഒരു ചിത്രം നോക്കാം. ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ അടുത്തായിട്ടൊരു നായ്ക്കുട്ടിയുണ്ട്. ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആ നായ്ക്കുട്ടി ഈ പെൺകുട്ടി വളർത്തുന്ന നായ്ക്കുട്ടിയാവാം. പിന്നെ 2 ആളുകൾ അതിനടുത്തായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ചിത്രത്തിൽ കാണുന്ന ഒരു കാറ്റ് വീശുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ? ഒരു കാറ്റ് വീശുന്നതായിട്ട്, ഇലകളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നതായിട്ടും കാറ്റ് വീശുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വീട് കാണാം. അതുപോലെ തന്നെ താഴേക്ക്, ആ വീടിൻ്റെ സൈഡിൽ കണ്ടില്ലേ, താഴേക്ക് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന ഒരു വാതിലും ഉണ്ട്. ആ വാതിൽ തുറന്നാൽ നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണത്. ഇനി നമുക്ക് ഈ ഒരു കഥ വായിച്ചു നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു പേജിലുള്ള പാരഗ്രാഫ് മൊത്തം വായിക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് വായിച്ചാലോ. Dorothy, a little girl, lived in a small wooden house with her uncle and aunt. Her house was in the middle of a meadow. The wind never stopped blowing there. When the wind blew hard, Dorothy's family would take shelter in the cellar of their house. On a cloudy day, Dorothy was playing with her pet dog, Toto. A storm is on its way. Dorothy ran to the cellar. Be quick! Her uncle cried out. He ran towards the cellar. Aunt followed him. Dorothy stopped playing. Come with me, Toto, she called out.
അപ്പോൾ ഇതാണ് നമ്മൾക്ക് വായിക്കാനുള്ളൊരു പാരഗ്രാഫ്. നമുക്ക് ഓരോ വരികളുടെ അർത്ഥം നോക്കാം. ഡൊറോത്തി എ ലിറ്റിൽ ഗേൾ, ഡൊറോത്തി എന്ന് പറയുന്ന ഒരു ചെറിയൊരു പെൺകുട്ടി, ലിവ്ഡ് ഇൻ എ സ്മോൾ വുഡൻ ഹൗസ്, ഒരു വുഡൻ ഹൗസിൽ താമസിച്ചിരുന്നു. വുഡൻ ഹൗസ് എന്ന് പറഞ്ഞാൽ വുഡ് കൊണ്ട് മരത്തിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ ഹൗസാണ്, വീടാണ്. വിത്ത് ഹർ അങ്കിൾ ആൻഡ് ഓണ്ട്, അവൾ ആരുടെ ഒപ്പമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്? അവളുടെ പാരൻസ് ആണോ? അല്ല, അങ്കിളും ആൻറ്റിയുമാണ്. ഹർ ഹൗസ് വാസ് ഇൻ ദ മിഡിൽ ഓഫ് എ മെഡോ, അപ്പോൾ അവളുടെ വീട് എവിടെയാണ് ഉണ്ടായിരുന്നത്? ഹർ ഹൗസ്, അവളുടെ വീട് വാസ് ഇൻ ദ മിഡിൽ ഓഫ് എ മെഡോ, ഒരു പുൽത്തകിടി ഉണ്ട് കേട്ടോ, ഈ ചിത്രത്തിൽ കാണുന്ന പുല്ലുകളിൽ നിറഞ്ഞ ഒരു സ്ഥലമാണ്, അതിൻ്റെ നടുവിലായിരുന്നു അവളുടെ വീട്. ദ വിൻഡ് നെവർ സ്റ്റോപ്ഡ് ബ്ലോവിങ് ദർ, അതുകൊണ്ട് തന്നെ അവിടെ നിറയെ പുല്ലുകളും മരങ്ങളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ദ വിൻഡ് നെവർ സ്റ്റോപ്ഡ് ബ്ലോയിങ് ദർ, അവിടെ ഒരിക്കലും കാറ്റ് വരാതിരിക്കില്ല. നെവർ സ്റ്റോപ്ഡ്, അതായത് അത് കാറ്റ് വീശുന്നത് അവിടെ നിന്ന് പോവാറില്ല, അവിടെ എപ്പോഴും കാറ്റിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും, എപ്പോഴും കാറ്റ് വീശുന്ന സ്ഥലമാണത്. വെൻ ദ വിൻഡ് ബ്ലൂ ഹാർഡ്, എപ്പോഴെല്ലാമാണോ ഭയങ്കര ശക്തിയിൽ കാറ്റ് വീശുന്നത്, ബ്ലൂ എന്ന് പറഞ്ഞാൽ ബ്ലോ എന്ന് പറയുന്ന വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. നമ്മളിവിടെ കണ്ടല്ലോ ബ്ലോ, ബ്ലോ എന്ന് പറഞ്ഞാൽ വീശുക, ബ്ലൂ എന്ന് പറഞ്ഞാൽ വീശിയിരുന്നു. അപ്പോൾ വെൻ ദ വിൻഡ് ബ്ലൂ ഹാർഡ്, ഹാർഡ് എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായി, എപ്പോഴെല്ലാമാണ് വളരെ കഠിനമായ കാറ്റ് വീശുന്നത് അപ്പോഴെല്ലാം ഡൊറോത്തീസ് ഫാമിലി വുഡ് ടേക്ക് ഷെൽട്ടർ ഇൻ ദ സെലർ ഓഫ് ദെയർ ഹൗസ്, ഡൊറോത്തിയുടെ കുടുംബം എന്താ ചെയ്യുന്നത്? ആ വീടിൻ്റെ അടുത്തായിട്ടൊരു സ്റ്റെപ്പ് പോലെയുള്ളൊരു സ്ഥലം കണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ പേരാണ് സെല്ലർ. ആ സെല്ലറിൻ്റെ ഉള്ളിൽ കയറി, കാരണം വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാറ്റ് വീശിക്കഴിഞ്ഞാൽ വളരെ അപകടമാണ്, ഇലകളൊക്കെ മരങ്ങളൊക്കെ ചിലപ്പോൾ ആ വീടിൻ്റെ മേളിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ശക്തിയായ കാറ്റ് വീശുന്ന സമയത്ത് ഡൊറോത്തിയും ഡൊറോത്തിയുടെ വീട്ടിലുള്ള എല്ലാ ആളുകളും ഈ സെല്ലറിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുമായിരുന്നു. ഈ സെല്ലറിൻ്റെ ഉള്ളിൽ അഭയം തേടുമായിരുന്നു. On a cloudy day, Dorothy was playing with her pet dog, Tutto. ഒരു ക്ലൗഡി ഡേ, വളരെ ക്ലൗഡി ആയിട്ടുള്ള, ക്ലൗഡി എന്ന് പറഞ്ഞാൽ മേഘങ്ങളൊക്കെ നിറഞ്ഞ, കാർമേഘങ്ങളാൽ നിറഞ്ഞ ഒരു ദിവസം. ഡൊറോത്തി വാസ് പ്ലേയിങ് വിത്ത് ഹെർ പെറ്റ് ഡോഗ്, ഡൊറോത്തി അവളുടെ നായ്ക്കുട്ടിയുടെ കൂടെ കളിക്കുകയായിരുന്നു. പെറ്റ് ഡോഗ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പെറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ വളർത്തുനായ, വളർത്തുനായുടെ പേരാണ് ടൊട്ടോ. A storm is on its way. Dorothy ran to the cellar. Be quick, her uncle cried out. ഇപ്പോൾ കണ്ടില്ലേ, ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന ഒരു വാചകമാണിത്. അപ്പോൾ അത് ആരോ പറഞ്ഞ വാചകമാണ്. അതാരാണ്? ഹെർ അങ്കിൾ ക്രൈഡ് ഔട്ട്. ക്രൈഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ നിലവിളിച്ച് പറയുക. ഡൊറോത്തിയുടെ അങ്കിൾ നിലവിളിച്ച് പറഞ്ഞത് എന്താണ്? എ സ്റ്റോം ഇറ്റ്സ് ഓൺ ഇറ്റ്സ് വേ. എന്താ നോക്കൂ, ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്. ഡൊറോത്തി റൺ ടു ദ സെല്ലർ. ഡൊറോത്തി നീ വേഗം സെല്ലറിൻ്റെ ഉള്ളിലേക്ക് കയറിക്കോ. ബി ക്വിക്ക്, വേഗം കയറിക്കോ എന്നാണ് പറഞ്ഞത്. ഹി റാൻ ടുവേർഡ്സ് ദ സെല്ലർ. അങ്ങനെ പറഞ്ഞിട്ട് ഈ അങ്കിൾ എന്ത് ചെയ്തു? ആ സെല്ലറിൻ്റെ അടുത്തേക്ക് ഓടി. ഓൺ ഫോളോഡ് ഹിം. ആൻറ്റിയും അങ്കിളിൻ്റെ പിന്നാലെ ആൻറ്റിയും ആ സെല്ലറിൻ്റെ അകത്തേക്ക് ഓടി. ഡൊറോത്തി സ്റ്റോപ്പ് പ്ലേയിങ്. ഡൊറോത്തി അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡൊറോത്തി എന്ത് ചെയ്തു? അവളുടെ കളിയെല്ലാം സ്റ്റോപ്പ് ചെയ്തു, അവസാനിപ്പിച്ചു. എന്നിട്ട് അവൾ പറയാണ്, കം വിത്ത് മീ ടുറ്റോ. ടുറ്റോയുടെ അടുത്ത് പറയാണ്, എൻ്റെ കൂടെ വരൂ ടുറ്റോ. ഷീ കോൾഡ് ഔട്ട്. അവൾ വിളിച്ചു പറഞ്ഞു. ആരോടാ വിളിച്ചു പറഞ്ഞത്? അവളുടെ വളർത്തു നായയോട്. വൈ ഡു പീപ്പിൾ മേക്ക് സെല്ലേഴ്സ്? വിൽ ഡൊറോത്തി റീച്ച് ദ സെല്ലർ? രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വൈ ഡു പീപ്പിൾ മേക്ക് സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ സെല്ലേഴ്സ് നിർമ്മിക്കുന്നത്? നമുക്ക് പ്രകൃതിയിലുണ്ടാവുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഒരു ഷെൽട്ടറിന് വേണ്ടിയിട്ട്, അഭയത്തിന് വേണ്ടിയിട്ട്. വിൽ ഡൊറോത്തി റീച്ച് ദ സെല്ലർ? ഡൊറോത്തി ആ സെല്ലറിൻ്റെ ഉള്ളിൽ എത്തിച്ചേരുമോ? ചേരുമല്ലേ? അവൾ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവൾക്കൊന്ന് ഓടി ചെന്നാൽ മാത്രം മതി സെല്ലറിൻ്റെ അടുത്തെത്താനായിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരങ്ങൾ എഴുതി നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? വൈ ഡു പീപ്പിൾ മേക്ക് സെല്ലേഴ്സ് എന്നായിരുന്നു. എന്തിനു വേണ്ടിയിട്ട് ആളുകൾ ഈ സെല്ലേഴ്സ് ഉണ്ടാക്കുന്നത്? ഫോർ ഷെൽട്ടർ, അഭയത്തിന് വേണ്ടി. ഷെൽട്ടർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം
നമുക്ക് അഭയം കിട്ടാൻ വേണ്ടി, അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി. വിൽ ഡൊറോത്തി റീച്ച് ദ സെല്ലർ? ഡൊറോത്തിക്ക് ആ സെല്ലറിൻ്റെ അടുത്ത് എത്താൻ പറ്റുമോ? യെസ് അല്ലേ, പറ്റും. ഇനി നമുക്ക് അടുത്ത പാഠഭാഗം വായിച്ചു നോക്കാം. അടുത്ത പാഠത്തിൻ്റെ ആ ഭാഗത്തിൻ്റെ പേരാണ് ദ സ്റ്റോം. ദ സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് അല്ലേ. അപ്പോൾ കൊടുങ്കാറ്റ് വീശുന്നതായിരിക്കാം ചിലപ്പോൾ പറയാൻ പോകുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. Dorothy ran towards the cellar, but Tutto ran to the house and hid under a coat. Tutto, Tutto, she searched for him in the house. Tutto, come out, Dorothy yelled out. The howling wind swept her voice away. അപ്പോൾ നമുക്ക് ഈ ഇത്രയും ഭാഗം നോക്കാം. ഡൊറോത്തി റാൻ ടുവേർഡ്സ് ദ സെല്ലർ. ഡൊറോത്തി വേഗം ആ സെല്ലറിൻ്റെ അടുത്തേക്ക് ഓടി. പക്ഷേ എന്ന് പറഞ്ഞാൽ പക്ഷേ ടുട്ടോ റാൻ ടു ദ ഹൗസ്. ടുട്ടോ എങ്ങോട്ടാണ് ഓടിയത്? അവൻ ഓടിയത് വീടിൻ്റെ അകത്തേക്കാണ്. ആൻഡ് ഹിഡ് അണ്ടർ എ കോട്ട്. എന്നിട്ട് അവൻ എവിടെയാണ് ഒളിച്ചിരുന്നത്? ഹിഡ് എന്ന് പറഞ്ഞാൽ ഹൈഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹിഡ്. അപ്പോൾ ഹിഡ് എന്ന് പറയുന്നത് ഒളിച്ചിരിക്കുക. അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ അല്ലെങ്കിൽ അടിയിൽ. എ കോട്ട് ഒരു കട്ടിലിൻ്റെ അടിയിൽ ടുട്ടോ പോയി ഒളിച്ചിരുന്നു. അപ്പോൾ ഡൊറോത്തി അവനെ വിളിക്കുകയാണ്, ടുട്ടോ ടുട്ടോ. ഷീ സെർച്ച് ഫോർ ഹിം ഇൻ ദ ഹൗസ്. അങ്ങനെ ടുട്ടോ എന്ന് വിളിച്ചിട്ട് അവൾ സെല്ലറിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഈ വീടിൻ്റെ അകത്തേക്ക് വന്നിട്ട് ഈ നായ്ക്കുട്ടിയെ അന്വേഷിച്ച് നടന്നു. സെർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. ഫോർ ഹിം ഇൻ ദ ഹൗസ്. ഹിം എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത് നായ്ക്കുട്ടിയെയാണ്. നായ്ക്കുട്ടിക്ക് വേണ്ടി അവൾ അന്വേഷിച്ച് ആ വീട് മുഴുവനും അന്വേഷിച്ച് നോക്കി. എന്നിട്ട് അവൾ വിളിച്ചു പറഞ്ഞു, ടുട്ടോ കം ഔട്ട്. ടുട്ടോ പുറത്തേക്ക് വരൂ എന്ന് അവൾ വിളിച്ചു പറഞ്ഞു. ഡൊറോത്തി യെൽഡ് ഔട്ട്. യെൽഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറക്കെ നല്ല ശബ്ദത്തിൽ വിളിച്ചു പറയുക. അതിനെയാണ് യെൽഡ് ഔട്ട് എന്ന് പറയുന്നത്. ദ ഹൗളിംഗ് വിൻഡ് സ്വെപ്റ്റ് ഹെർ വോയിസ് അവേ. അപ്പോഴേക്കും അവളുടെ ആ ഒരു ശബ്ദം, ഈ ടുട്ടോനെ വിളിക്കുന്ന ആ ഒരു ശബ്ദത്തെ മായ്ച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ശബ്ദത്തിൻ്റെ ആ ഒരു തീവ്രത കുറച്ചുകൊണ്ട് ആ കാറ്റിൻ്റെ ശബ്ദം ഉയർന്നു വന്നു. ദ ഹൗളിംഗ് വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ശബ്ദത്തിൽ വീശുന്ന കാറ്റ്. ആ കാറ്റ് ഇങ്ങനെ ഒത്തിരി ശക്തിയിൽ വീശിക്കൊണ്ട് അവളുടെ ആ ഒരു ശബ്ദം കേൾക്കാൻ പറ്റാത്ത രീതിയിൽ കാറ്റ് വീശാൻ തുടങ്ങി. എങ്ങനെയാണ് കാറ്റിൻ്റെ ശബ്ദം? വൂ വൂ വൂ, ഈ ഒരു ശബ്ദത്തിലാണ് കാറ്റ് വീശിയത്. ദ വിൻഡ് വാസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ. ആ കാറ്റിന് ശക്തി കൂടി വന്നു. ദ വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ്. ആ കാറ്റിൻ്റെ ശക്തി കൂടി വരാൻ തുടങ്ങി. സ്ട്രോങ്ങർ എന്ന് പറഞ്ഞാൽ കൂടി വരിക. ദ ട്രീസ് ടോപ്പിൾഡ് ഓവർ. ആ മരങ്ങളൊക്കെ എന്തു പറ്റി? ടോപ്പിൾഡ് ഓവർ എന്ന് പറഞ്ഞാൽ ആ വീടിന് മേളിലേക്ക് ഇങ്ങനെ ചാഞ്ഞു വരാൻ തുടങ്ങി മരങ്ങളൊക്കെ കാറ്റിൻ്റെ ശക്തിയിൽ. ദ ഹൗസ് ബിഗാൻ ടു ഷേക്ക്. ആ വീട് ആടി ഉലയാൻ തുടങ്ങി, ഇളകാൻ തുടങ്ങി. ഷെയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഇളകുക. അപ്പോൾ കാറ്റിൻ്റെ ശക്തിയിൽ വീട് കിടന്ന് ഇങ്ങനെ നല്ലപോലെ കുലുങ്ങാൻ, ഇളകാനൊക്കെ തുടങ്ങി. ദ കപ്സ് ആൻഡ് പ്ലേറ്റ്സ് ഇൻ ദ കബേർഡ് സ്ലിപ്പ് ഡൗൺ. അപ്പോൾ കബേർഡിൻ്റെ അകത്തിരുന്നേച്ച പാത്രങ്ങളൊക്കെ ഉണ്ട്. ഈ ഡൊറോത്തിയുടെ വീട്ടിൽ കബേർഡിൻ്റെ അകത്തിരുന്നേച്ച പാത്രങ്ങളൊക്കെ സ്ലിപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെ വീണു. ദ മിറർ ഓൺ ദ വാൾ ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഇൻ ടു പീസസ്. അവിടെ ഭിത്തിയിൽ ചാരി വെച്ചിരുന്നൊരു കണ്ണാടിയുണ്ട്, അതിനെയാണ് മിറർ എന്ന് പറയുന്നത്. മിറർ ഓൺ ദ വാൾ, ആ ഭിത്തിയിൽ ഉണ്ടായിരുന്ന മിറർ താഴെ വീണ് ബ്രോക്ക് ഇൻ ടു പീസസ്, പല കഷ്ണങ്ങളായിട്ടത് ഒടിഞ്ഞ് പോയി. വാട്ട്സ് ഹാപ്പനിങ് ടു അവർ ഹൗസ്? ഡൊറോത്തി വാസ് ഫ്രൈറ്റൻഡ്. അപ്പോൾ ഡൊറോത്തി ചിന്തിക്കുകയാണ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ വീടിന് ഇതെന്താ ഈ സംഭവിക്കുന്നത്? കാരണം വീടൊക്കെ കിടന്ന് കുലുങ്ങുന്നു, ഈ പാത്രങ്ങളൊക്കെ താഴെ വീഴുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഡൊറോത്തി ചോദിക്കുകയാണ്, വാട്ട്സ് ഹാപ്പനിങ് ടു അവർ ഹൗസ്? നമ്മുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്കതിൻ്റെ താഴെ ഉള്ള ചോദ്യങ്ങൾ നോക്കാം. വാട്ട് ഹാപ്പൻ വെൻ ദ വിൻഡ് ബ്ലൂ? വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഹൗസ്? വാട്ട് ഹാപ്പൻ വെൻ ദ വിൻഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? വെൻ ദ വിൻഡ് ബ്ലൂ, കാറ്റ് വീശിയപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? നമ്മളിവിടെ പറഞ്ഞല്ലോ, ദ വിൻഡ് വാസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ, ദ ട്രീസ് ടോപ്പിൾഡ് ഓവർ, മരങ്ങളൊക്കെ ഇങ്ങനെ ആടി ഉലയാൻ തുടങ്ങി. ഹൗസ് ബിഗാൻ ടു ഷേക്ക്, ആ വീട് കുലുങ്ങാൻ തുടങ്ങി. കപ്സ് ആൻഡ് പ്ലേറ്റ്സ് ഇൻ ദ കബേർഡ് സ്ലിപ്പ് ഡൗൺ, അതാണ് അതിൻ്റെ ഉത്തരം.
പിന്നെ ദ മിറർ ഓൺ ദ വാൾ ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഇൻ ടു പീസസ്. ഇത്രയുമാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാം. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഹൗസ് എന്നാണ് അടുത്ത ചോദ്യം. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഹൗസ് എന്ന് പറഞ്ഞാൽ ആ വീടിന് എന്ത് സംഭവിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നമുക്ക് ഈ കഥ അറിയില്ല അല്ലേ, എങ്കിലും നമ്മളുടെ ആ ഒരു ഭാവനയിൽ കാണുക, ഇത്രയും ശക്തിയായ കാറ്റ് വീശുമ്പോൾ ആ വീടിന് എന്ത് സംഭവിക്കും? ചിലപ്പോൾ ആ വീട് തകർന്നു പോകും അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ദ ഹൗസ് വിൽ കൊളാപ്സ്. കൊളാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തകർന്നു പോവുക. ആ വാക്ക് നമ്മൾ പഠിച്ചു വെക്കുക. കൊളാപ്സ് എന്ന് പറഞ്ഞാൽ തകരുക എന്നുള്ളതാണ് അർത്ഥം. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അടുത്ത ഭാഗത്തിൻ്റെ പേരാണ് ദ ഫ്ലൈയിങ് ഹൗസ്. ഫ്ലൈയിങ് ഹൗസ് എന്ന് പറഞ്ഞാൽ പറക്കുന്ന വീട് അല്ലേ. അവിടെ തന്നെ ആദ്യം കൊടുത്തിട്ടുണ്ട്, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വീട് പറന്നു പോകുന്നതായിട്ടൊരു കാറ്റിൽ വീട് പറന്നു പോകുന്ന ഒരു ചിത്രമാണ് ഈ കാണുന്നത്. കൊടുങ്കാറ്റാണ്. കാറ്റ് വീശുമ്പോൾ വീടും അതിനൊപ്പം തന്നെ പറന്ന് എവിടേക്കോ പറന്നു പോവുകയാണ്. അതിൻ്റെ അകത്ത് ഡൊറോത്തി ഇരിക്കുന്നത് കാണാം. ഡൊറോത്തി മാത്രമല്ലല്ലോ, ഡൊറോത്തിയുടെ കൂടെ അവളുടെ വളർത്തു നായയും കൂടി ആ വീട്ടിലുണ്ട്. നമുക്ക് അടുത്ത പാഠഭാഗം വായിച്ചു നോക്കാം. The storm roared, creak. It lifted the house off the ground. Dorothy and Toto could not run out of the house. Oh my God, our house is flying. Dorothy looked out. She saw fallen trees and broken bridges below. Toto became afraid. He started running here and there inside the house. We are in danger, dear. Dorothy held Toto in her arms. The wind lifted the house higher and higher, over the fallen trees, over the market, over the stream, over the mountains. Dorothy trembled with fear. She couldn't even cry. She could only see the sky and the dark clouds. She closed her eyes. അപ്പോൾ ഇത്രയാണ് അടുത്ത ഒരു പാഠഭാഗത്തിൽ വരുന്നത്. നമുക്കിനി ഇതിൻ്റെ അർത്ഥം നോക്കാം. ദ സ്റ്റോം റോഡ് എന്ന് പറഞ്ഞാൽ ആ ശക്തിയായ കൊടുങ്കാറ്റ് അലറി വന്നു, വളരെ ഉയർന്ന ശബ്ദം ഉണ്ടാക്കി. എങ്ങനെയായിരുന്നു ശബ്ദം? ക്രീക്ക്. ആ ഒരു ശബ്ദമാണ് കൊടുങ്കാറ്റിനുണ്ടായത്. ഇറ്റ് ലിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഉയർത്തി. ഇറ്റ് എന്ന് പറയുന്നത് കൊടുങ്കാറ്റ്. ഇറ്റ് ലിഫ്റ്റഡ് ദ ഹൗസ് ഓഫ് ദ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ നിന്നും, താഴെ ഭൂമിയിൽ നിന്നും ആ വീടിനെ അത് ഉയർത്തിക്കൊണ്ടുപോയി കാറ്റ്. ഡൊറോത്തി ആൻഡ് ടൊട്ടോ കുഡ് നോട്ട് റൺ ഔട്ട് ഓഫ് ദ ഹൗസ്. ഡൊറോത്തിക്കും ടൊട്ടോയിനും ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഡൊറോത്തി കരയുകയാണ്. ഓ മൈ ഗോഡ്, ആ ഹൗസ് ഈസ് ഫ്ലൈയിങ്. അയ്യോ ദൈവമേ, ഞങ്ങളുടെ വീട് പറന്നു പൊങ്ങുകയാണല്ലോ. ഡൊറോത്തി ലുക്ക്ഡ് ഔട്ട്. ഡൊറോത്തി വേഗം ജനലിൽ കൂടി പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നാണ് താഴെ കൊടുത്തേക്കുന്നത്. എന്തൊക്കെയാണ് അവൾ കണ്ടത്? ഷീ സോ. അവൾ കണ്ടു എന്തൊക്കെയാണ്? ഫാളൻ ട്രീസ്. താഴെ വീണ് കിടക്കുന്ന മരങ്ങൾ. ഇതാ നോക്കൂ, ഇവിടെ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാമല്ലോ, താഴെ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നത്. ഫാളൻ ട്രീസ്, ബ്രോക്കൺ ബ്രിഡ്ജസ്, തകർന്ന് കിടക്കുന്ന പാലം കാണാം. ടൊട്ടോ ബിക്കേം അഫ്രൈഡ്. ഇതൊക്കെ കണ്ടപ്പോൾ ടൊട്ടോ വളർത്തു നായിക്ക് അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ പേടിയായി, ഭയം തോന്നി. ഹി സ്റ്റാർട്ടഡ് റണ്ണിങ് ഹിയർ ആൻഡ് ദർ ഇൻസൈഡ് ദ ഹൗസ്. ടൊട്ടോ എന്ത് ചെയ്തു? ആ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. പേടി കൊണ്ട്, ഭയം കൊണ്ട് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ ആ വീടിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കാൻ തുടങ്ങി. ഡൊറോത്തി പറയാണ്, വി ആർ ഇൻ ഡേഞ്ചർ ഡിയർ. അപ്പോൾ ഡൊറോത്തി പറയാണ്, നായ്ക്കുട്ടി നമ്മൾ അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. ഡൊറോത്തി ഹെൽഡ് ടൊട്ടോ ഇൻ ഹെർ ആംസ്. ഡൊറോത്തി വേഗം ടൊട്ടോയെ അവളുടെ കൈകളിൽ എടുത്തു. ഹെൽഡ് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. ദ വിൻഡ് ലിഫ്റ്റഡ് ദ ഹൗസ് ഹയർ ആൻഡ് ഹയർ. ആ കാറ്റ് ആ വീടിനെ ഉയർത്തിക്കൊണ്ടുപോയി, വളരെ ഉയരങ്ങളിലേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോയി. ഓവർ ദ ഫാളൺ ട്രീസ്. എന്തിൻ്റെ മേലിലൂടെയാണ്? തകർന്നു കിടക്കുന്ന മരങ്ങളുടെ മേലിലൂടെ. ഓവർ ദ മാർക്കറ്റ്. അവിടെ വീടിൻ്റെ അടുത്തൊരു മാർക്കറ്റുണ്ട്, മാർക്കറ്റിൻ്റെ മേലിൽ കൂടെ. സ്ട്രീം എന്ന് പറഞ്ഞാൽ നദിയുടെ മേലിൽ കൂടെ. ഓവർ ദ മൗണ്ടൻസ്. കുന്നുകളുടെ മേലിൽ കൂടെയൊക്കെയാണ് ആ വീട് പറന്ന് ഉയർന്നു പോയത്. ഡൊറോത്തി ട്രെമ്പിൾഡ് വിത്ത് ഫിയർ. ഡൊറോത്തി പെട്ടെന്ന് ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി.
ഷീ കുഡൻറ്റ് ഈവൻ ക്രൈ. അവൾക്ക് ഒന്നും ഭയന്ന് കരയാൻ പോലും പറ്റിയില്ല, അത്രയ്ക്കും പേടി അവൾക്ക് തോന്നി. ഷീ കുഡ് ഓൺലി സീ ദ സ്കൈ ആൻഡ് ദ ഡാർക്ക് ക്ലൗഡ്സ്. അവൾക്ക് ആകെ കാണാൻ പറ്റിയത് എന്താണ്? ആകാശവും കാർമേഘവും മാത്രമേ അവൾക്ക് കാണാൻ പറ്റുള്ളൂ. ഷീ ക്ലോസ്ഡ് ഹെർ ഐസ്. അവൾ വേഗം അവളുടെ കണ്ണിങ്ങനെ അടച്ചു പിടിക്കാൻ തുടങ്ങി. നമുക്ക് ഭയം വരുമ്പോൾ നമ്മൾ കാഴ്ച കാണാൻ ആഗ്രഹിക്കാത്ത സമയത്ത് നമ്മൾ കണ്ണിങ്ങനെ അടച്ചു പിടിക്കും. അതുപോലെ ഡൊറോത്തി അവളുടെ കണ്ണുകൾ, പേടി കൊണ്ട് അവൾക്ക് കണ്ണ് തുറക്കാൻ പോലും തോന്നിയില്ല, കണ്ണുകൾ ഇങ്ങനെ ഇറുക്കി അടച്ചു പിടിച്ചു. ഇനി നമുക്കിതിൻ്റെ ചോദ്യങ്ങൾ നോക്കാം. വാട്ട് ഡിഡ് ഡൊറോത്തി സീ ഫ്രം ദ ഫ്ലൈയിങ് ഹൗസ്? ഡൊറോത്തി പറന്നു പോകുന്ന ആ വീട്ടിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? ഇഫ് യു വർ ഡൊറോത്തി വാട്ട് വുഡ് യു ഡു? നിങ്ങളായിരുന്നു ഡൊറോത്തിയുടെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താനേ? വാട്ട് വിൽ ഹാപ്പൻ ടു ഡൊറോത്തി ആൻഡ് ടൊട്ടോ? ഡൊറോത്തിക്കും ടൊട്ടോയ്ക്കും എന്ത് സംഭവിക്കും? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതിയിട്ട് തിരിച്ചു വരാം. വാട്ട് ഡിഡ് ഡൊറോത്തി സീ ഫ്രം ദ ഫ്ലൈയിങ് ഹൗസ്? ഡൊറോത്തി ആ പറന്നു പോകുന്ന ആ വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ എന്തെല്ലാമാണ് കണ്ടത്? അതിൻ്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വായിച്ച ആ പാരഗ്രാഫിൽ തന്നെ അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട്. ഷീ സോ, അവൾ കണ്ടു, ഫോളൻ ട്രീസ് ആൻഡ് ബ്രോക്കൺ ബ്രിഡ്ജസ് ബിലോ. അപ്പോൾ എന്താ കണ്ടതെന്ന് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഫോളൻ ട്രീസ് എന്ന് പറഞ്ഞാൽ താഴെ വീണ് കിടക്കുന്ന മരങ്ങളും, ബ്രോക്കൺ ബ്രിഡ്ജസ് ഒടിഞ്ഞു കിടക്കുന്ന, തകർന്നു കിടക്കുന്ന പാലങ്ങളും കണ്ടു. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. വാട്ട് ഡിഡ് ഡൊറോത്തി സീ ഫ്രം ദ ഫ്ലൈയിങ് ഹൗസ്? ഡൊറോത്തി എന്താണ് ആ പറന്നു പോകുന്ന വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ താഴെ എന്തെല്ലാമാണ് കണ്ടത്? ഷീ സോ ഫോളൻ ട്രീസ്, അവൾ കണ്ടു വീണ് കിടക്കുന്ന മരങ്ങളും, ബ്രോക്കൺ ബ്രിഡ്ജസ് തകർന്നു കിടക്കുന്ന പാലങ്ങളും താഴെ, ബിലോ എന്ന് പറഞ്ഞാൽ താഴെ കണ്ടു. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇഫ് യു വർ ഡൊറോത്തി വാട്ട് വുഡ് യു ഡു? നിങ്ങളായിരുന്നു ഡൊറോത്തിയുടെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഡൊറോത്തിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീട് ഇങ്ങനെ പറന്നു പോകുമ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുന്നത്? ചിലപ്പോൾ നമുക്ക് ഉള്ളിൽ ഭയങ്കര പേടി തോന്നും അല്ലേ? ചിലവർക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ത്രിൽഡ് ആയിരിക്കും. അങ്ങനെ പറന്നു പോകാനായിട്ടൊക്കെ ഇങ്ങനെ ആകാശത്തോടി പറന്നു പോകുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും നമ്മളുടെ കൂട്ടത്തിൽ. അപ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. നമുക്ക് രണ്ട് ഉത്തരങ്ങളും എഴുതി നോക്കാം. ആദ്യം നമുക്ക് പേടി തോന്നുന്നു എന്നുള്ള ആ ഒരു ഉത്തരം നോക്കാം. ഇതിൻ്റെ ഉത്തരം ഐ വിൽ ബി അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയന്ന് പോകും. അപ്പോൾ ഡൊറോത്തിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ചില കുട്ടികൾ പേടിയായിരിക്കും അവർക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഐ വിൽ ബി അഫ്രൈഡ് എന്ന് എഴുതുക. ചിലവർക്ക് പറക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഐ വിൽ ബി എക്സൈറ്റഡ്, അതായത് നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്യുന്നു, അതിനെയാണ് സന്തോഷിക്കുന്നു, എൻജോയ് ചെയ്യുന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം, ആ ഒരു വാക്കാണ് എക്സൈറ്റഡ് എന്നുള്ളൊരു വാക്ക്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് വിൽ ഹാപ്പൻ ടു ഡൊറോത്തി ആൻഡ് ടൊട്ടോ? ഡൊറോത്തിക്കും ടുട്ടോയിനും എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം അവർ കാറ്റത്ത് ഇങ്ങനെ പറന്നു പോവുകയാണല്ലേ. അപ്പോൾ അവർക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഓക്കെ, അപ്പോൾ ഡൊറോത്തിക്കും ടൊട്ടോവിനും എന്തെങ്കിലും അപകടം വന്ന് കാണും അല്ലേ? കാരണം അവർ താമസിക്കുന്ന വീടോട് കൂടെ അവർ പറന്നു പോവുകയാണ്. അപ്പോൾ അത് എവിടെ ചെന്ന് നിൽക്കുമെന്നൊന്നും നമുക്കറിയില്ല. അത് എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടി അത് തകർന്നു പോവുമോ, അങ്ങനെയൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്ത് തന്നെ ആയാലും ഒരു അപകടമായിരിക്കും ചിലപ്പോൾ അവർ നേരിടാൻ പോകുന്നത് അല്ലേ? അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു ഡൊറോത്തി ആൻഡ് ടൊട്ടു? അതിൻ്റെ ഉത്തരം നമുക്ക് എഴുതാവുന്നത് അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചേക്കാം എന്നുള്ളതായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. അതിൻ്റെ ഉത്തരം they will be in danger, അവർ അപകടത്തിൽ പെട്ടുപോയേക്കാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം. അടുത്ത പാഠഭാഗം ആ പാഠത്തിൻ്റെ തന്നെ അടുത്തൊരു ഭാഗമാണ് ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായ ഒരു നാട്ടിൽ എന്നുള്ളതാണ്. ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ്, വിചിത്രമായ അല്ലെങ്കിൽ പരിചിതമായ അല്ലെങ്കിൽ പരിചിതമല്ലാത്ത നാട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ആ ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. Thud, the house landed somewhere
Dorothy opened her eyes. She looked out. Oh, the storm has gone. She came out with Toto. The air was filled with the fragrance of flowers. Birds chirped. Where are we now? She wondered. Toto sniffed around. He looked at Dorothy, puzzled. Dorothy saw some strange people coming towards them. They were smaller than Dorothy but bigger than Toto. They wore hats with tiny bells. Toto barked at them. Calm down, Toto. Dorothy patted him. Hi, little girl. We are Munchkins. Welcome to our land. We are so happy today. You saved us, they said. Dorothy was confused. ഇതാണ് ഈ ഒരു പാഠഭാഗം. അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. Thud, the house landed somewhere എന്ന് പറഞ്ഞാൽ ആ വീട് എവിടെയോ ചെന്ന് ലാൻഡ് ചെയ്തു, എവിടെയോ ചെന്ന് അത് നിലയുറപ്പിച്ചു. thud എന്ന് പറയുന്നത് ആ ഒരു വീട് വന്ന ആ ഭൂമിയിൽ പതിക്കുന്ന ഒച്ചയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡൊറോത്തി ഓപ്പൺ ഹെർ ഐസ്. ഡൊറോത്തി അവളുടെ കണ്ണുകൾ തുറന്നു നോക്കി. അവൾ ആ വീടിൻ്റെ അകത്ത് വളരെ ഭയന്നിരിക്കുകയാണല്ലേ. അപ്പോൾ കണ്ണ് തുറന്നു നോക്കി. ഷീ ലുക്ക്ഡ് ഔട്ട്. അവൾ പുറത്തേക്ക് നോക്കി. ലുക്ക്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് നോക്കുക. ഓ, ദ സ്റ്റോം ഹാസ് ഗോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യോ, ദേ കൊടുങ്കാറ്റ് പോയല്ലോ എന്ന് പറഞ്ഞ് അവൾ വളരെ ആശ്ചര്യപ്പെട്ടു. ഷീ കെയിം ഔട്ട് വിത്ത് ടൊട്ടോ. അവളുടെ വളർത്തു നായ ഉണ്ടല്ലോ ടൊട്ടോയെ, ആ നായ്ക്കുട്ടിയുടെ കൂടെ അവൾ പുറത്തേക്ക് വന്നു, ആ വീടിൻ്റെ പുറത്തേക്ക് വന്നു. അപ്പോൾ അവൾ എന്താണ് കണ്ടതെന്ന് നോക്കാം. നമുക്ക് നോക്കാമല്ലോ. ഈ വീട്ടിൽ ആ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അവൾ വീടിൻ്റെ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കുന്നതും ഒരു വളരെ വിചിത്രമായ ഒരു സ്ട്രേഞ്ച് ലാൻഡിൽ അവർ എത്തപ്പെട്ടതൊക്കെ കാണാം. ദ എയർ വാസ് ഫിൽഡ് വിത്ത് ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്. ഇവിടെ ഫ്രാഗ്രൻസ് എന്നുള്ളൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ സുഗന്ധം എന്നുള്ളതാണ് അർത്ഥം. അവിടെ അവൾ എത്തപ്പെട്ട ആ സ്ഥലത്തെ വായു പൂക്കളുടെ സുഗന്ധത്താൽ നിറഞ്ഞ സ്ഥലമായിരുന്നു അത്. ബേർഡ്സ് ചീപ്ഡ് എന്ന് പറഞ്ഞാൽ കിളികളുടെ അവർ ഉണ്ടാക്കുന്ന ശബ്ദം കേൾക്കാം. വെർ ആർ വി നൗ ഷീ വണ്ടേർഡ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, വെർ ആർ വി നൗ, നമ്മളിപ്പോൾ എവിടെയാണ്? ടൊട്ടോയുടെ അടുത്ത് ചോദിക്കുകയാണ്. ടൊട്ടോ സ്നിഫ്ഡ് അറൗണ്ട് എന്ന് പറഞ്ഞാൽ ലുക്ക്ഡ് അറൗണ്ട് എന്നുള്ളതാണ്. എല്ലായിടത്തും സെർച്ച് ചെയ്യുക, എല്ലായിടത്തും ഇങ്ങനെ തിരിഞ്ഞ് നോക്കുക. ടൊട്ടോ എല്ലായിടത്തും കണ്ണോടിച്ച് നോക്കി. ഹി ലുക്ക്ഡ് അറ്റ് ഡൊറോത്തി പസിൽഡ്. അവൻ ഡൊറോത്തിയെ നോക്കി. എങ്ങനെയാണ് നോക്കിയത്? പസിൽഡായിട്ടാണ് നോക്കിയത്. പസിൽഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട്, അതായത് നമ്മളിപ്പോൾ എവിടെയാണ് എന്നുള്ള ആ ഒരു ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഒരു ആശ്ചര്യത്തോടെ അവൻ നോക്കി. ഡൊറോത്തി സോ സം സ്ട്രേഞ്ച് പീപ്പിൾ കമ്മിങ് ടുവേർഡ്സ് ദം. ഡൊറോത്തി കുറേ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളുകൾ, സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്തത് അല്ലെങ്കിൽ ഇതിനു മുന്നേ കണ്ടിട്ടില്ലാത്ത കുറച്ച് ആളുകൾ അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ടു. എന്താണ് അവരുടെ പ്രത്യേകത? ദേ വർ സ്മോളർ ദാൻ ഡൊറോത്തി ബട്ട് ബിഗർ ദാൻ ടൊട്ടോ. അവരുടെ പ്രത്യേകത എന്തായിരുന്നു? ദേ വർ സ്മോളർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതായിരുന്നു, വളരെ വലിപ്പം കുറഞ്ഞ ആളുകളായിരുന്നു. ദാൻ ഡൊറോത്തിയിലും വലിപ്പം കുറഞ്ഞ ആളുകൾ, എന്നാൽ ബട്ട് ബിഗർ ദാൻ ടൊട്ടോ. അവരുടെ വളർത്തുനായ ഉണ്ടല്ലോ ടൊട്ടോയിനേലും ബിഗറായിട്ടുള്ള വലുതായിട്ടുള്ള ആളുകളായിരുന്നു സൈസ് വെച്ച് നോക്കുമ്പോൾ. ദേ വോർ ഹാറ്റ്സ് വിത്ത് ടൈനി ബെൽസ്. അവരെന്താണ് ധരിച്ചിരുന്നത്? വോർ എന്ന് പറഞ്ഞാൽ ധരിക്കുക. വിയർ എന്നുള്ള വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വോർ. ദേ വോർ ഹാറ്റ്സ് വിത്ത് ടൈനി ബെൽസ്. ഹാറ്റ്സ് ആണ്, അതായത് തൊപ്പി. അവർ തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തൊപ്പിയുടെ കൂടെ ടൈനി ബെൽസ്, വളരെ ചെറിയ ബെല്ല്, മണികൾ തൂക്കിയിട്ടിരിക്കുന്ന തൊപ്പികളായിരുന്നു അവർ ധരിച്ചിരുന്നത്. ടൊട്ടോ ബാർക്ക്ഡ് അറ്റ് ദം. ടൊട്ടോ അവരെ കണ്ടപ്പോൾ കുരയ്ക്കാൻ തുടങ്ങി. ബാക്ക് എന്ന് പറഞ്ഞാൽ പട്ടി ഉണ്ടാക്കുന്ന ആ ഒരു ശബ്ദം, കുരയ്ക്കുന്ന ശബ്ദത്തെയാണ് ബാക്ക് എന്ന് പറയുന്നത്. കാം ഡൗൺ ടൊട്ടോ, ഡൊറോത്തി പാറ്റഡ് ഹിം. ഡൊറോത്തി വേഗം ആ വളർത്തുനായോട് പറഞ്ഞു, കാം ഡൗൺ, ശബ്ദമുണ്ടാക്കില്ലേ, മിണ്ടാതിരിക്കുന്നുള്ള അർത്ഥത്തിൽ ടൊട്ടോയുടെ അടുത്ത് പറഞ്ഞു. കാം ഡൗൺ. ഡൊറോത്തി പാറ്റഡ് ഹിം. അവനെ ഇങ്ങനെ ഒന്ന് തട്ടിയിട്ട് പറഞ്ഞു. പാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് കൈകൊണ്ട് ഇങ്ങനെ തട്ടുന്നതിനെയാണ് പാറ്റഡ് ഹിം. ഹായ് ലിറ്റിൽ ഗേൾ, വി ആർ മഞ്ച്കിൻസ്. വെൽക്കം ടു അവർ ലാൻഡ്.
വി ആർ സോ ഹാപ്പി ടുഡേ, യു സേവ്ഡ് അസ്. അപ്പോൾ എന്താണ് അവർ പറഞ്ഞതെന്ന് നോക്കാം. ഹായ് ലിറ്റിൽ ഗേൾ, ഹായ് പെൺകുട്ടി, വി ആർ മഞ്ച്കിൻസ്. ഞങ്ങൾ ആരാണ്? മഞ്ച്കിൻസ് ആണ്. അവരുടെ തന്നെ പരിചയപ്പെടുത്തി. അവർ എന്താ പേര് പറഞ്ഞത്? മഞ്ച്കിൻസ്. വെൽക്കം ടു അവർ ലാൻഡ്. വെൽക്കം എന്ന് പറഞ്ഞാൽ എന്താ? സ്വാഗതം, ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം. വി ആർ സോ ഹാപ്പി ടുഡേ, ഞങ്ങൾക്കിന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. യു സേവ്ഡ് അസ്, നീ ഞങ്ങളെ എല്ലാവരെയും രക്ഷിച്ചു. ദേ സെഡ്. ഡൊറോത്തി വാസ് കൺഫ്യൂസ്ഡ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഡൊറോത്തിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. എന്താണ്? അവർ പറഞ്ഞു നീ ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് അവർ ഇവരെ രക്ഷിച്ചത്? അവൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഇവരെ. അപ്പോൾ അത് കേട്ടപ്പോൾ ഡൊറോത്തിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. അപ്പോൾ ഇതിൽ ചോദിച്ചേക്കുന്ന ചോദ്യം നോക്കാം. വൈ വാസ് ഡൊറോത്തി കൺഫ്യൂസ്ഡ്? എന്തുകൊണ്ടാണ് ഡൊറോത്തി കൺഫ്യൂസ്ഡ് ആയത്? എന്തുകൊണ്ടായിരിക്കാം ഡൊറോത്തി കൺഫ്യൂസ്ഡ് ആയത്? അവർ യു സേവ്ഡ് അസ് എന്ന് പറഞ്ഞപ്പോൾ, നീ ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറഞ്ഞത് കേട്ടപ്പോഴാണ് അവൾ കൺഫ്യൂസ്ഡ് ആയത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് എഴുതി നോക്കാം. ഡൊറോത്തി വാസ് കൺഫ്യൂസ്ഡ് ബിക്കോസ് ദ മഞ്ച്കിൻ സെഡ് യു സേവ്ഡ് അസ്. അപ്പോൾ ഡൊറോത്തി കൺഫ്യൂസ്ഡ് ആവാൻ കാരണം മഞ്ച്കിൻസ് വന്ന് പറഞ്ഞു നീ ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ഭാഗത്തിൻ്റെ പേരാണ് ദ ഹീറോ. അപ്പോൾ ഹീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഏതെങ്കിലും അപകടത്തിൽ നിന്ന് ഒരാൾ രക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന ഒരു വിശേഷണമാണ് അല്ലേ ദ ഹീറോ എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ പറയില്ല ഹീറോയാണ്, സൂപ്പറാണ്, സൂപ്പർമാൻ ആണെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ദ ഹീറോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്താണ്, ആരാണ് ഹീറോ, എന്തുകൊണ്ടാണ് അയാൾ ഹീറോ ആയതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു ഭാഗത്തെ ചിത്രം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മഞ്ച്കിൻസിനെ ഇവിടെ കാണാം അല്ലേ. തൊപ്പിയൊക്കെ ധരിച്ച് തൊപ്പിയുടെ അറ്റത്തൊരു ബെല്ല് തൂക്കിയിട്ടേക്കുന്ന മഞ്ച്കിൻസ്, വളരെ പൊക്കം കുറഞ്ഞ മഞ്ച്കിൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഡൊറോത്തി താമസിച്ചിരുന്ന വീട്, ആ വീട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്തേക്കുന്നതും, പക്ഷേ ആ വീടിൻ്റെ അടിയിലായിട്ട് നമുക്ക് 2 കാലുകൾ കാണാം. അത് ആരാണെന്ന് നമുക്കറിയില്ല, ഏതൊരു വ്യക്തിയുടെ 2 കാലുകൾ. അതായത് ആ വീട് വന്ന് നിൽക്കുന്നത്, വന്ന് വീണത് അല്ലെങ്കിൽ വന്ന് പതിച്ചത് ഏതൊരു മനുഷ്യൻ്റെ മേലിലാണ്. അപ്പോൾ അയാൾ അവിടെ മരിച്ചു പോയിട്ടുണ്ട്. ആ വീട് വന്ന് അയാളുടെ മേത്ത് വീണപ്പോൾ അയാൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. You are a hero. You killed the cruel witch, a young Munchkin said. Oh no, I have never killed anyone, Dorothy cried out. Not you, but your house. You landed your house on the wicked witch. She died, said an old Munchkin. Is it so? Dorothy was shocked. Yes, we were her slaves. You set us free. Let us celebrate our freedom. They began to dance. Join us, the old Munchkin invited Dorothy. Thanks, but please help us go back to our village, she said. Sorry, we can't, but surely the Wizard of Oz can help you. Wizard of Oz? Who is he? Asked Dorothy. He is a powerful magician who can work wonders, the old Munchkin replied. Dorothy smiled. She walked with Toto to meet the Wizard of Oz. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഹീറോ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തുള്ളത്. ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. യു ആർ അവർ ഹീറോ. നീയാണ് ഞങ്ങളുടെ ഹീറോ. യു കിൽ ദ ക്രൂവൽ വിച്ച്. നീ ഞങ്ങളുടെ ക്രൂരനായ മന്ത്രവാദി, വിച്ച് എന്ന് പറഞ്ഞാൽ മന്ത്രവാദി എന്നാണ് അർത്ഥം. നീ കാരണമാണ് ഞങ്ങളുടെ മന്ത്രവാദി മരിക്കാനിടയായത്. അതാരാ പറഞ്ഞത്? എ യങ് മഞ്ച്കിൻ. അപ്പോൾ അവിടെ വന്നിരുന്ന മഞ്ച്കിൻസിലൊക്കെ വെച്ചിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ, ഏറ്റവും ചെറിയ മഞ്ച്കിൻ പറഞ്ഞു നീയാണ് ഞങ്ങളുടെ ക്രൂവലായിട്ടുള്ള, വളരെ ക്രൂരയായിട്ടുള്ള മന്ത്രവാദിയെ കൊന്നത്. അപ്പോൾ ആരായിരിക്കാം ആ വീടിൻ്റെ താഴെ 2 കാലുകൾ, ആരുടെ കാലുകളായിരിക്കാം കണ്ടത്? ആ മന്ത്രവാദിയുടെ കാലുകളാണ്. മന്ത്രവാദി മരിച്ചു വീണേക്കുന്നതാണ് നമ്മൾ ആ ചിത്രത്തിൽ കണ്ടത്. ഓ നോ, ഐ ഹാവ് നെവർ കിൽഡ് എനിവൺ. അപ്പോൾ ഡൊറോത്തി അത് കേട്ടപ്പോൾ അവൾ പേടിച്ചു പോയി. അവൾ കാരണം ഒരാൾ മരണപ്പെട്ടു വന്നു. അപ്പോൾ അവൾ പറയാണ്, ഓ നോ,
ഇല്ല, ഒരിക്കലും ഇല്ല. ഐ ഹാവ് നെവർ കിൽഡ് എനിവൺ. ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് പറയാണ്. ഡൊറോത്തി ക്രൈഡ് ഔട്ട്. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അവർ പറയാണ്, മഞ്ച്കിൻസ് പറയാണ്, നോട്ട് യു ബട്ട് യുവർ ഹൗസ്. നീയല്ല, നീ താമസിക്കുന്ന വീടാണ് അയാൾ മരിക്കാൻ കാരണം. യു ലാൻഡഡ് യുവർ ഹൗസ് ഓൺ ദ വിക്കറ്റ് വിച്ച്. നീ ആ വീട്ടിൽ വന്ന് പറന്ന് വന്ന് നിന്നത് ഓൺ ദ വിക്കറ്റ് വിച്ച്, ആ വളരെ ക്രൂരയായ, വിക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സൂത്രശാലിയായ ആ ഒരു മന്ത്രവാദിയുടെ മേത്താണ്, അവരുടെ മേലിലാണ് ആ വീട് വന്ന് നിന്നത്. ഷീ ഡൈഡ്. അവൾ മരിച്ചുപോയി. അപ്പോൾ അതൊരു മന്ത്രവാദിനിയാണ്. അപ്പോൾ ആ ഒരു മന്ത്രവാദിനി മരണപ്പെട്ടു. സെഡ് ആൻ ഓൾഡ് മഞ്ച്കിൻ. ഒരു മഞ്ച്കിൻ, വളരെ പ്രായം ചെന്ന ഒരു മഞ്ച്കിൻ പറഞ്ഞു. ഈസ് ഇറ്റ് സോ? ഡൊറോത്തി വാസ് ഷോക്ക്ഡ്. അങ്ങനെയാണോ? അപ്പോൾ അത് കേട്ടപ്പോൾ ഡൊറോത്തിക്ക് ഭയങ്കര ഷോക്കായി. കാരണം ഇതിനു മുന്നേ അവൾ അറിഞ്ഞില്ലായിരുന്നു അവളുടെ വീട് വന്ന് നിന്നത് ഏതോ ഒരു വ്യക്തിയുടെ മേലിലാണ് എന്നുള്ളത്. ഇപ്പോഴാണ് അവൾ അറിയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ അവൾക്ക് വളരെ ഷോക്കായി. യെസ്, വി വർ ഹർ സ്ലേവ്സ്. അതെ, ഞങ്ങൾ ഇതിനു മുന്നേ വരെ ആ മന്ത്രവാദിനിയുടെ സ്ലേവ്സ് ആയിരുന്നു. സ്ലേവ്സ് എന്നുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ് അർത്ഥം. അടിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്ക് വേണ്ടി അയാളുടെ കീഴിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന, അയാൾ പറയുന്ന എന്തും അനുസരിച്ച് അയാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന വ്യക്തികളെയാണ് അടിമ എന്ന് അല്ലെങ്കിൽ സ്ലേവ്സ് എന്ന് പറയുന്നത്. യു സെറ്റ് അസ് ഫ്രീ. നീയാണ് ഞങ്ങളെ സ്വതന്ത്രയാക്കിയത്. ആ മന്ത്രവാദിയുടെ പിടിയിൽ നിന്ന് ഞങ്ങളെയൊക്കെ രക്ഷിച്ചത് നീയാണ്. ലെറ്റ് അസ് സെലിബ്രേറ്റ് അവർ ഫ്രീഡം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആഘോഷിക്കാം, നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയ ഈ ഒരു അവസരം നമുക്ക് ആഘോഷിക്കാം എന്ന് പറഞ്ഞ് ദേ ബിഗാൻ ടു ഡാൻസ്. അവർ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ജോയിൻ ആസ് ദ ഓൾഡ് മഞ്ച്കിൻ ഇൻവൈറ്റഡ് ഡൊറോത്തി. അപ്പോൾ അതിലെ ഏറ്റവും പ്രായം കൂടിയ മഞ്ച്കിൻ അവളോട് പറയാണ്, ജോയിൻ ആസ്, ഞങ്ങളുടെ കൂടെ കൂടുന്നു എന്ന് ചോദിക്കുകയാണ്. താങ്ക്സ്, ബട്ട് പ്ലീസ് ഹെൽപ്പ് us ഗോ ബാക്ക് ടു അവർ വില്ലേജ്. അപ്പോൾ അവൾ പറയാണ്, അതിനൊക്കെ നന്ദി, ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിനൊക്കെ നന്ദി, നിങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കാൻ ഞങ്ങളെ ക്ഷണിച്ചതിനൊക്കെ നന്ദി, പക്ഷേ പ്ലീസ് ഹെൽപ്പ് us ഗോ ബാക്ക് ടു അവർ വില്ലേജ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വില്ലേജിലേക്ക്, ഞങ്ങളുടെ വില്ലേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമം, ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണം, ഞങ്ങളെ അതിന് സഹായിക്കാവോ എന്ന് ചോദിക്കുകയാണ്. ഷീ സെറ്റ്. ആരാ പറഞ്ഞത്? ഡൊറോത്തി പറഞ്ഞു. സോറി, വി കോണ്ട്. അപ്പോൾ ആ മഞ്ച്കിൻ പറയാണ്, ക്ഷമിക്കണം, ഞങ്ങൾക്കതിന് കഴിയില്ല. ബട്ട് ഷുവർലി എന്ന് പറഞ്ഞാൽ തീർച്ചയായും ദ വിസാർഡ് ഓഫ് ഊസ് ക്യാൻ ഹെൽപ്പ് യു. വിസാർഡ് എന്ന് പറഞ്ഞാലും മറ്റൊരു വ്യക്തിയാണ്, മാജിക്കൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് വിസാർഡ് എന്ന് പറയുന്നത്. ഓഫ് ഊസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ ഊസിലെ വിസാർഡ്, മന്ത്രവാദിക്ക് അല്ലെങ്കിൽ മന്ത്രമൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ മാജിക്കൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന് അതിന് സാധിക്കും, നിങ്ങളെ തിരിച്ച് നിങ്ങളുടെ നാട്ടിലെത്തിക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ക്യാൻ ഹെൽപ്പ് യു. ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ സഹായിക്കുക. വിസാർഡ് ഓഫ് ഊസ്, ഹു ഈസ് ഹീ? ആസ് ഡൊറോത്തി. അപ്പോൾ ഡൊറോത്തി ചോദിക്കുകയാണ്, വിസാർഡ് ഓഫ് ഊസോ, അത് ആരാണ്? ഹു ഈസ് ഹീ, അദ്ദേഹം ആരാണ് എന്ന് ഡൊറോത്തി ചോദിക്കുകയാണ്. ഹീ ഈസ് എ പവർഫുൾ മജീഷ്യൻ ഹു ക്യാൻ വർക്ക് വണ്ടേഴ്സ്. അപ്പോൾ അവരെന്താ പറഞ്ഞത്? ഹീ ഈസ് എ പവർഫുൾ മജീഷ്യൻ. അദ്ദേഹം വളരെ ശക്തിയുള്ള ഒരു മജീഷ്യനാണ്. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ മാജിക്കൊക്കെ കാണിക്കുന്ന ആൾ. ഹു ക്യാൻ വർക്ക് വണ്ടേഴ്സ്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള ആളാണ് അദ്ദേഹം. ദ ഓൾഡ് മഞ്ച്കിൻ റിപ്ലൈഡ്. അപ്പോൾ അതിലേറ്റവും പ്രായം ചെന്ന മഞ്ച്കിൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഡൊറോത്തി പുഞ്ചിരിച്ചു. ഡൊറോത്തി സ്മൈൽഡ്. അവൾ പുഞ്ചിരിച്ചു. ഷീ വാക്ക്ഡ് വിത്ത് ടൊട്ടോ ടു മീറ്റ് ദ വിസാർഡ് ഓഫ് ഊസ്. അവൾ എന്ത് ചെയ്തു? ഷീ വാക്ക്ഡ് വിത്ത് ടൊട്ടോ. അവൾ ടൊട്ടോയുടെ ഒപ്പം നടന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? വിസാർഡ് ഓഫ് ഊസിനെ കാണാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനായിട്ട്, ആ മാജിക് കാണിക്കുന്ന ആളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് ഭാഗം. ഇനി നമുക്ക് ഇതിൻ്റെ താഴെയുള്ള 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഡിഡ് ദ വിക്കറ്റ് വിച്ച് ഡൈ? എങ്ങനെയാണ് ആ ഒരു മന്ത്രവാദിനി മരിച്ചത്? ഹൗ കുഡ് ദ വിസാർഡ് ഓഫ് ഊസ് ഹെൽപ്പ് ഡൊറോത്തി? ഡൊറോത്തിയെ ഈ വിസാർഡ് ഓഫ് ഊസിനെ എങ്ങനെയാണ് സഹായിക്കാൻ സാധിക്കുക? അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ഹൗ ഡിഡ് ദ വിക്കറ്റ് വിച്ച് ഡൈ? എങ്ങനെയാണ് അവർ മരിച്ചത്? ദ ഹൗസ് ലാൻഡഡ് ഓൺ ദ വിച്ച്. അല്ലെ, ഇതിനു മുന്നേ നമ്മൾ കണ്ടു, യു ലാൻഡഡ് യുവർ ഹൗസ് ഓൺ ദ വിക്കറ്റ് വിച്ച്. അതാണ് അതിൻ്റെ ഉത്തരം. ഡൊറോത്തിയുടെ ഹൗസ് ആ വിക്കറ്റ് വിച്ചിൻ്റെ മേലിൽ ലാൻഡ് ചെയ്തു. ഹൗ കുഡ് ദ വിസാർഡ് ഓഫ് ഊസ് ഹെൽപ്പ് ഡൊറോത്തി?
ഡൊറോത്തിനെ എങ്ങനെ സഹായിക്കാൻ കഴിയും? അദ്ദേഹം ഹീസ് എ പവർഫുൾ മജീഷ്യൻ ഹു ക്യാൻ വർക്ക് വണ്ടേഴ്സ്. അദ്ദേഹം ഒരു പവർഫുൾ മജീഷ്യൻ ആയതുകൊണ്ട് വിസാർഡ് ഓഫ് ഊസിന് ഡൊറോത്തിയെ സഹായിക്കാൻ കഴിയും. നമുക്കിതിൻ്റെ ഉത്തരം എഴുതി നോക്കാം. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഹൗ ഡിഡ് ദ വിക്കറ്റ് വിച്ച് ഡൈ? ദ ഹൗസ് ലാൻഡഡ് ഓൺ ദ വിക്കറ്റ് വിച്ച് ആൻഡ് ഷീ ഡൈഡ്. വീട് വിക്കറ്റ് വിച്ചിൻ്റെ മേലിൽ വന്ന് പതിച്ചു, അങ്ങനെ അവൾ മരണപ്പെട്ടു. ഹൗ കുഡ് ദ വിസാർഡ് ഓഫ് ഊസ് ഹെൽപ്പ് ഡൊറോത്തി? അതാണ് അടുത്ത ചോദ്യം. എങ്ങനെയാണ് ഡൊറോത്തിയെ വിസാർഡ് ഓഫ് ഊസിന് സഹായിക്കാൻ സാധിക്കുക? വിസാർഡ് ഓഫ് ഊസ് ഈസ് എ പവർഫുൾ മജീഷ്യൻ. വിസാർഡ് ഓഫ് ഊസ് എന്ന് പറയുന്നത് വളരെ ശക്തനായൊരു മാജിക് പ്രവർത്തിക്കുന്ന ആളാണ്. ഹി ക്യാൻ ഹെൽപ്പ് ഡൊറോത്തി. അദ്ദേഹത്തിന് അവളെ സഹായിക്കാൻ സാധിക്കും. ഇനി നമുക്ക് തിരിച്ച് അടുത്ത പാഠഭാഗം നോക്കാം. അടുത്ത ഭാഗത്തിൻ്റെ പേരാണ് മീറ്റിംഗ് ദ വിസാർഡ്. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ ഡൊറോത്തിയും ഉണ്ട്, അവളുടെ വളർത്തു നായയും ഉണ്ട്. അവർ ചെന്ന് നിൽക്കുന്നത് എവിടെയാണ്? വിസാർഡ് ഓഫ് ഊസിൻ്റെ മുന്നിലാണ്. അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ അറിയാം, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വടിയുണ്ട് അല്ലേ. അപ്പോൾ ആ വടി ഒരു മന്ത്രവടിയാണ്. അത് മന്ത്രമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വടിയാണ്. അപ്പോൾ ഇതൊരു മാജിക്കുകാരനാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗം വായിച്ചു നോക്കാം. They reached the wizard's palace. Welcome. Well done, Dorothy. You saved the Munchkins. What can I do for you? Asked the Wizard of Oz. Please help us go back to our village. Dorothy pleaded. Why do you want to leave this beautiful place? He asked. There's no other place like our own home, Dorothy said. As you wish, my dear. The wizard waved his magic wand. Wow, the house appeared. Dorothy and Toto got in. It began to fly over the hills, over the fields. Finally, the house landed on her village. Toto, we are back. She became very happy. The sky was clear. There was a rainbow in the sky. ഇതാണ് അടുത്ത പാഠഭാഗം. ഇപ്പോൾ മീറ്റിംഗ് ദ വിസാർഡ്. വിസാർഡ് എന്ന് പറഞ്ഞാൽ മന്ത്രവാദികളെ മാജിക് കാണിക്കുന്ന ആളെയാണ് വിസാർഡ് എന്ന് പറയുന്നത്. ദേ റീച്ച്ഡ് ദ വിസാർഡ്സ് പാലസ്. ദേ എന്ന് പറഞ്ഞാൽ ഡൊറോത്തിയും വളർത്തുന്ന നായയും. റീച്ച് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. ദ വിസാർഡ്സ് പാലസ്, ആ മന്ത്രവാദി, ആ മാജിക്കുകാരൻ്റെ കൊട്ടാരത്തിന് മുന്നിൽ എത്തിച്ചേർന്നു. വെൽക്കം. വെൽ ഡൺ ഡൊറോത്തി. വെൽക്കം എന്ന് പറഞ്ഞാൽ സ്വാഗതം, നീ നന്നായി പ്രവർത്തിച്ചു. യു സേവ്ഡ് ദ മഞ്ച്കിൻസ്. നീയാണ് മഞ്ച്കിൻസിനെയൊക്കെ രക്ഷിച്ചത്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ആസ്ക്ഡ് ദ വിസാർഡ് ഓഫ് ഊസ്. ആ വിസാർഡ് ഓഫ് ഊസ് ചോദിച്ചു. പ്ലീസ് ഹെൽപ്പ് us ഗോ ബാക്ക് ടു അവർ വില്ലേജ്. ഞങ്ങളെ ഒന്ന് തിരിച്ച് ഞങ്ങളുടെ വില്ലേജിലേക്ക്, ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി ആക്കാൻ സഹായിക്കുമോ? ഡൊറോത്തി പ്ലീഡഡ്. അവൾ വളരെ ഡൊറോത്തി പ്ലീഡഡ്. അവൾ അപേക്ഷിച്ചു. Why do you want to leave this beautiful place? He asked. അപ്പോൾ ആ വിസാർഡ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിനക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പ്ലേസിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഡൊറോത്തി എന്താ പറഞ്ഞത്? There is no other place like our own home. ഞങ്ങളുടെ സ്വന്തം വീട് പോലെ ഏറ്റവും നല്ല വേറെ സ്ഥലമൊന്നും ഇല്ല. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഞങ്ങളുടെ വീടാണ്. അതുപോലെയുള്ള ഒരു സ്ഥലവും വേറെ ഇല്ല. അങ്ങനെയാണ് ഡൊറോത്തി പറഞ്ഞത്. ആസ് യു വിഷ് മൈ ഡിയർ. അപ്പോൾ ശരി, എന്നാൽ നിൻ്റെ ആഗ്രഹം പോലെ ആവട്ടെ. ദ വിസാർഡ് വേവ്ഡ് ഹിസ് മാജിക് വാൻഡ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വിസാർഡ് എന്ത് ചെയ്തു? വേവ്ഡ് ഹിസ് മാജിക്. വേവ് എന്ന് പറഞ്ഞാൽ വീശുക. ഹിസ് മാജിക് വാൻഡ്, മന്ത്രവടിയെയാണ് മാജിക് വാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ മന്ത്രവടി വീശിക്കൊണ്ട് പറഞ്ഞു, വാവ് ദ ഹൗസ് അപ്പിയർഡ്. പെട്ടെന്ന് അദ്ദേഹം മന്ത്രവടി വീശിയപ്പോൾ തന്നെ അവരുടെ വീട് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഡൊറോത്തിയുടെയും വളർത്തു നായയുടെയും ആ പറന്ന് വന്ന ആ വീട്.
ഡൊറോത്തി ആൻഡ് ടൊട്ടോ ഗോട്ട് ഇൻ. പെട്ടെന്ന് തന്നെ ഡൊറോത്തിയും ടൊട്ടോ ആ വീടിൻ്റെ അകത്തേക്ക് കയറി. ഇറ്റ് ബിഗാൻ ടു ഫ്ലൈ. ഉടനെ തന്നെ ആ വീട് പറക്കാൻ തുടങ്ങി. ഓവർ ദ ഹിൽസ്, ഓവർ ദ ഫീൽഡ്സ്. ആ വീട് കുന്നുകൾക്ക് മേലെയും പാടവരമ്പത്തിന് മേലിലൊക്കെ കൂടിയൊക്കെയാണ് പറന്നു പോയത്. ഫൈനലി ദ ഹൗസ് ലാൻഡഡ് ഓൺ ഹർ വില്ലേജ്. അങ്ങനെ ഏറ്റവും അവസാനം ആ വീട് എവിടെ ചെന്നു? ഡൊറോത്തിയുടെയും ആ വളർത്തു നായയുടെയും ഗ്രാമത്തിൽ ചെന്നു. അവരുടെ വീട് നേരത്തെ എവിടെയാണോ നിന്നിരുന്നത് അവിടെ തന്നെ വന്ന് പതിച്ചു. ടൊട്ടോ വി ആർ ബാക്ക്. അപ്പോൾ ഡൊറോത്തി പറയാണ്, ടൊട്ടോ നമ്മൾ ഇതേ തിരിച്ചെത്തിയല്ലോ. ഷീ ബിക്കേം വെരി ഹാപ്പി. അവൾക്ക് വളരെ സന്തോഷമായി. ദ സ്കൈ വാസ് ക്ലിയർ. ആകാശം വളരെ ക്ലിയർ ആയിരുന്നു. ക്ലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വ്യക്തമായിരുന്നു. ദർ വാസ് എ റെയിൻബോ ഇൻ ദ സ്കൈ. ആകാശത്തൊരു മഴവില്ല് ഉദിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇനി നമുക്കിതിൻ്റെ ചോദ്യങ്ങൾ നോക്കാം. ഹൗ ഡിഡ് ദ വിസാർഡ് ഓഫ് ഊസ് ഹെൽപ്പ് ഡൊറോത്തി? വിസാർഡ് ഓഫ് ഊസ് എങ്ങനെയാണ് ഡൊറോത്തിയെ സഹായിച്ചത്? അവളെ വീട്ടിൽ തിരിച്ചെത്തിച്ചു അല്ലേ? അങ്ങനെയാണ് സഹായിച്ചത്. ദർ ഇസ് നോ അതർ പ്ലേസ് ലൈക്ക് അവർ ഓൺ ഹോം. കമൻറ്റ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം വീട് പോലെ വേറെ ഒരു സ്ഥലവും ഇല്ല. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്കും അങ്ങനെയാണോ? നിങ്ങൾക്കും ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ വീടാണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് പോകാനാണോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഹൗ ഡിഡ് ദ വിസാർഡ് ഓഫ് ഊസ് ഹെൽപ്പ് ഡൊറോത്തി? വിസാർഡ് ഓഫ് ഊസ് എങ്ങനെയാണ് ഡൊറോത്തിയെ സഹായിച്ചത്? വിസാർഡ് ഓഫ് ഊസ് ഹെൽപ്പ് ഡൊറോത്തി ടു ഗോ ബാക്ക് ടു ഹെർ വില്ലേജ്. വിസാർഡ് ഓഫ് ഊസ് ഡൊറോത്തിയെ അവളുടെ വില്ലേജിലേക്ക്, ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ, ഗോ ബാക്ക് എന്ന് പറഞ്ഞാൽ തിരികെ പോകാനായി ഹെൽപ്പ് ചെയ്തു. അടുത്ത ചോദ്യം, ദർ ഇസ് നോ അതർ പ്ലേസ് ലൈക്ക് അവർ ഓൺ ഹോം. കമൻറ്റ്. ഇപ്പോൾ ഡൊറോത്തി പറയുന്നുണ്ടല്ലോ, ദർ ഇസ് നോ അതർ പ്ലേസ് ലൈക്ക് അവർ ഓൺ ഹോം. അതായത് നമ്മുടെ സ്വന്തം വീട് പോലെ വേറെ ഒരു സ്ഥലവും ഇല്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അപ്പോൾ ആ ഒരു വാക്യത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അതിനോട് പ്രതികരിക്കുക. നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? അങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതായത് നിങ്ങളുടെ സ്വന്തം വീട് പോലെ അത്രയ്ക്കും മനോഹരമായ വേറെ ഒരു പ്ലേസും ഇല്ല എന്നാണോ തോന്നുന്നത്? അങ്ങനെയാണെങ്കിൽ, എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ യെസ്, ഹോം ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഓൺ എർത്ത്. നമ്മുടെ സ്വന്തം വീട് തന്നെയാണ് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം. ഇതാണ് അതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് തിരിച്ച് പാഠഭാഗത്തിലേക്ക് പോവാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കഥ. ആ കഥയിലെ ഓരോ ഭാഗങ്ങൾ നമ്മൾ കണ്ടു. അതിന് താഴെയുള്ള ചോദ്യങ്ങളും കണ്ടു. ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് വന്നിരിക്കുന്ന കുറച്ച് പുതിയ വാക്കുകൾ പരിചയപ്പെടാം. ആദ്യത്തേത് സെല്ലർ. സെല്ലർ എന്ന് പറഞ്ഞാൽ എ റൂം ബിലോ ഗ്രൗണ്ട് ലെവൽ. ഭൂമിയുടെ അടിയിൽ നിർമ്മിക്കുന്ന ഒരു ചെറിയൊരു റൂമാണ്. അപ്പോൾ നമുക്ക് കൊടുങ്കാറ്റോ അല്ലെങ്കിൽ വളരെ ശക്തിയേറിയ മഴയോ ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ആളുകൾ വീടിൻ്റെ അകത്ത് നിന്നാൽ ചിലപ്പോൾ സുരക്ഷിതമല്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ അവർ ഈ ഭൂമിയുടെ അടിയിലുള്ള ഈ ഒരു ചെറിയ മുറിയിലേക്ക് മാറും. ചിപ്പ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഓഫ് എ ബേർഡ്. ഒരു പക്ഷിയുടെ ശബ്ദത്തെയാണ് ചിപ്പിംഗ് സൗണ്ട് എന്ന് പറയുന്നത്. ക്ലൗഡി എന്ന് പറഞ്ഞാൽ കവേർഡ് വിത്ത് ക്ലൗഡ്സ്, കാർമേഘങ്ങളാൽ നിറഞ്ഞത് എന്നാണ് അർത്ഥം. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് സ്മെൽ, വളരെ സുഗന്ധപൂരിതമായ മണം. മാജിക് വാൻഡ്, എ സ്മോൾ സ്റ്റിക്ക് യൂസ്ഡ് ബൈ എ മജീഷ്യൻ. അതായത് മാജിക് കാണിക്കുന്ന ആളുകളുടെ കയ്യിലുള്ള ചെറിയ വടിയെയാണ് മാജിക് വാൻഡ് എന്ന് പറയുന്നത്. മെഡോ എന്ന് പറഞ്ഞാൽ ഗ്രാസ് ലാൻഡ്, പുല്ലുകൾ നിറഞ്ഞ സ്ഥലത്തെയാണ്, ഗ്രാസ് ലാൻഡിനെയാണ് മെഡോ. ഇനി പസിൽഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ്, നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ് കൺഫ്യൂസ്ഡ്. സ്നിഫ് എന്ന് പറഞ്ഞാൽ ടു സ്മെൽ, മണക്കുക എന്നുള്ളതാണ് അർത്ഥം. സ്നിഫ് എന്ന് പറഞ്ഞാൽ അവിടെ ഡൊറോത്തിയുടെ നായ്ക്കുട്ടി സ്നിഫ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവിടെ ലുക്ക് എന്നുള്ള അർത്ഥമല്ല, ശരിക്കും അവിടെ വരുന്നത് ടു സ്മെൽ. നമുക്ക് വളർത്തു നായ്ക്കളെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, അവിടെ എവിടെ ചെന്നാലും മണം പിടിച്ചിട്ടാണ് അവർ പോകുന്നത്.
അടുത്തത് സ്റ്റോം, എ സ്ട്രോങ് വിൻഡ്. സ്റ്റോം എന്ന് പറഞ്ഞാൽ ശക്തിയേറിയ കാറ്റ്. ടോപ്പിൾ, ടോപ്പിൾ എന്ന് പറഞ്ഞാൽ ടു ഫോൾ ഡൗൺ, താഴെ വീഴുക. ട്രെമ്പിൾ, ട്രെമ്പിൾ എന്ന് പറഞ്ഞാൽ ടു ഷിവർ വിത്ത് ഫിയർ, ഭയന്ന് വിറയ്ക്കുക. വിയർ, വിയർ എന്ന് പറഞ്ഞാൽ ടു പുട്ട് ഓൺ, വസ്ത്രം ധരിക്കുക, അതിനെയാണ് വിയർ എന്ന് പറയുന്നത്. വിക്കറ്റ്, വിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൂവൽ, ക്രൂവൽ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായ. വിച്ച്, വിച്ച് എന്ന് പറഞ്ഞാലോ എ വുമൺ വിത്ത് സൂപ്പർ നാച്ചുറൽ പവേഴ്സ്, അതായത് വളരെ മാന്ത്രിക ശക്തിയുള്ള സ്ത്രീയെയാണ്. മന്ത്രവാദിനി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് വിച്ച് എന്ന് പറയുന്നത്. വിസാർഡ്, വിസാർഡ് എന്ന് പറഞ്ഞാലോ എ മാൻ വിത്ത് മാജിക്കൽ പവേഴ്സ്, മന്ത്രങ്ങളൊക്കെ അറിയാവുന്ന, മന്ത്രം ചെയ്യുന്ന മനുഷ്യനെയാണ് നമ്മൾ വിസാർഡ് എന്ന് പറയുന്നത്. മന്ത്രവാദി, മന്ത്രവാദിയും മന്ത്രവാദിനിയും. ഇനി വുഡൻ ഹൗസ്, വുഡൻ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വുഡ് കൊണ്ട് അല്ലെങ്കിൽ മരം കൊണ്ടുണ്ടാക്കിയ വീട്. ഹൗസ് മെയ്ഡ് ഓഫ് വുഡ്. യെൽ, യെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാർപ്പ് ലൗഡ് ക്രൈ, വളരെ ഉച്ചത്തിൽ കരയുന്നതിനെയാണ് യെൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരു മഞ്ച്കിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞേക്കുന്നത് നോക്കി, വി ആർ മഞ്ച്കിൻസ്, വി ആർ ഷോർട്ട്, വി ലിവ് ഇൻ ദ ലാൻഡ് ഓഫ് ഊസ്. ഞങ്ങൾ മഞ്ച്കിൻസാണ്, ഞങ്ങൾ ഷോർട്ടാണ്, ഞങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഊസ് എന്ന് പറയുന്ന നാട്ടിലാണ് താമസിക്കുന്നത്. ഇനി നമുക്ക് ഒരു കവിതയുണ്ട്, ആ കവിത നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നേച്ചർ സ്പീക്സ് ടു മീ, പ്രകൃതി എന്നോട് സംസാരിക്കുന്നു. മീ എന്ന് പറഞ്ഞാൽ എന്നോട്, സ്പീക്സ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. The beauty of the trees, the softness of the air, the fragrance of the grass speaks to me. നമ്മളുടെ പ്രകൃതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രകൃതിയിൽ കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. അതായത് ബ്യൂട്ടി ഓഫ് ദ ട്രീസ്, മരങ്ങളുടെ സൗന്ദര്യം. ദ സോഫ്റ്റ്നെസ് ഓഫ് ദ എയർ, കാറ്റിൻ്റെ ആ ഒരു മൃദുലത. ദ ഫ്രാഗ്രൻസ് ഓഫ് ദ ഗ്രാസ്, പുല്ലുകളുടെ ഇടയിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന സുഗന്ധം. അതെല്ലാം നമ്മളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. സ്പീക്സ് ടു മീ, എന്നോട് സംസാരിക്കുന്നു. സമിറ്റ് ഓഫ് ദ മൗണ്ടൻ, അതായത് മലകളുടെ കുന്നിൻ്റെ മേളിലുള്ള ആ ഒരു കൂർത്തിരിക്കുന്ന ആ ഒരു മുന പോലെ ഇരിക്കുന്ന അതിനെയാണ് സമ്മിറ്റ് എന്ന് പറയുന്നത്. ദ തണ്ടർ ഓഫ് ദ സ്കൈ, ദ റിതം ഓഫ് ദ സീ സ്പീക്സ് ടു മീ. ആകാശത്തിൽ കാണപ്പെടുന്ന തണ്ടർ, തണ്ടർ എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ. അതുപോലെ റിതം ഓഫ് ദ സീ, കാറ്റിൻ്റെ ആ ഒരു റിതം ഉണ്ടല്ലോ, തിരമാലകൾ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശബ്ദം, അതെല്ലാം നമ്മളോട് സംസാരിക്കുന്നു. സ്പീക്സ് ടു മീ, എന്നോട് സംസാരിക്കുന്നു. The faintness of the stars, the freshness of the morning, the dewdrop on the flower speaks to me. The faintness of the stars എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ മിന്നുന്ന ആ ഒരു അവസ്ഥ, മിന്നിത്തിളങ്ങുന്ന അവസ്ഥ. The freshness of the morning, പ്രഭാതത്തിൻ്റെ ആ ഒരു പ്രസന്നത. The dewdrop on the flower, the dewdrop on the flower, പൂക്കളിൽ വന്ന് വീഴുന്ന മഞ്ഞുതുള്ളികൾ, ഇതെല്ലാം നമ്മളോട് സംസാരിക്കുന്നു. സ്പീക്സ് ടു മീ. വളരെ മനോഹരമായൊരു കവിതയാണ് അല്ലേ? നേച്ചർ സ്പീക്സ് ടു മീ എന്ന് പറഞ്ഞിട്ട് പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും എടുത്ത് പറഞ്ഞ് അത് നമ്മളോട് സംസാരിക്കുന്നതായിട്ട് പറഞ്ഞേക്കുകയാണ്. ഇനി നമുക്കിത് എഴുതിയത് ആരാണ്? ചീഫ് ഡാൻ ജോർജ്. ഇതാണ് ഈ കവിത എഴുതിയ വ്യക്തിയുടെ പേര്. അപ്പോൾ നമ്മൾ കഥയും അതിന് തുടർന്നുള്ള കവിതയുമാണ് നമ്മളിപ്പോൾ കണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്.